മറ്റുള്ളവരുമാണ് നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് മാനേജ് ചെയ്യുന്നത്. ഇവിടെ മാനേജ് ചെയ്യുന്ന നമ്മൾ തന്നെയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുന്നത്. നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, നമുക്കിപ്പം പെട്ടെന്ന് ഓപ്പർച്യൂണിറ്റി കിട്ടി, നമുക്ക് ഈ ഫണ്ട് ഉപയോഗിച്ച് അത് വാങ്ങിക്കാം, ലാഭം കിട്ടുമ്പോൾ വിറ്റേച്ച സൂപ്പറിലേക്ക് തന്നെ ഇടുകയും ചെയ്യാം. അപ്പൊ നമ്മള് ഫണ്ട് ഇൻഡസ്ട്രിയൽ സൂപ്പറിലാണ് എടുക്കുന്നെങ്കിൽ ആ പോസിബിലിറ്റി ഇല്ല. അപ്പൊ നമ്മൾ തന്നെയാണ് അത് മാനേജ് ചെയ്യുന്നത്. നമ്മൾ തന്നെയാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ്. ആ അക്കൗണ്ടിലേക്ക് വരുന്നത് നമ്മൾ വീട് മേടിച്ചു അത് മറിച്ച് വിറ്റപ്പോൾ നമുക്ക് 2 ലക്ഷം രൂപ ലാഭം കിട്ടി, അല്ല 1 ലക്ഷം രൂപ ലാഭം കിട്ടി, ടാക്സ് അടച്ചില്ല, അത്രയും പൈസ കിടക്കുവാണ് പേരിലായിരിക്കണം മേടിക്കുന്നല്ലേ. അപ്പൊ ഇതിൽ ഈ ലാഭത്തിൽ നിന്നുണ്ടാക്കുന്നതിന്റെ ടാക്സ് എങ്ങനെയാണ്? ടാക്സ് സൂപ്പറിനകത്ത് അത് അതിന്റെ വേറൊരു അഡ്വാൻറ്റേജ്, സൂപ്പറിനകത്ത് 15% ടാക്സ് ഉള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മളെല്ലാരും സൂപ്പറിന് പുറത്ത് ഇൻവെസ്റ്റ്മെന്റ് ഉള്ളവരാണ്. അപ്പൊ ആ ഇൻവെസ്റ്റ്മെന്റിനകത്ത് നമുക്ക് ലോസ് ആണെങ്കിൽ ഓഫ് കോഴ്സ് നെഗറ്റീവ് ഹിയറിംഗ് ഉണ്ട്. എന്നാലും അത് വിറ്റ് കഴിയുമ്പോൾ അതിനൊരു ക്യാപിറ്റൽ ഗെയിൻ വരുമല്ലോ. ആ ക്യാപിറ്റൽ